ഞാൻ എത്ര നാളായിട്ട് കൊതിച്ചതായി ഈ ദിവസം. ഇനി എൻ്റെ ലച്ചു എനിക്ക് സ്വന്തമാവാൻ പോവാ. ദേവി, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, എൻ്റെ മനസ്സറിഞ്ഞു. എനിക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം ദേവി തന്നത്. മുഹൂർത്തമായി, എല്ലാരും ഹാളിലുണ്ട്. എന്റെ മോന്റെ ആഗ്രഹം പോലെ എല്ലാം നടക്കാൻ പോവല്ലേ. അച്ഛനും വലിയ സന്തോഷായി. എന്നെ ഇപ്പൊ വിളിച്ചിരുന്നു. പെങ്ങളെ, അളിയൻ ഉടനെ വരുന്ന കാര്യമല്ലെന്നും പറഞ്ഞു. എന്താ നിനക്ക് അളിയനെ കാണാൻ ഇത്ര കൊതിയായി ഉത്തമ? അളിയൻ വരുമ്പോ ഈ ഉത്തമൻ അളിയൻ എന്റെ പൊന്നു പെങ്ങളോടൊപ്പം തന്നെ ഉണ്ടെന്ന് അറിയണം. നടക്കോ നടക്കില്ലേ എന്നും പറഞ്ഞിരുന്ന ലച്ചുവിന്റെയും ഗോവിന്ദിന്റെയും കല്യാണം ഇതുവരെ കൊണ്ടെത്തിച്ചത് ഈ ഉത്തമനാണെന്ന് പറയണം. അതിന് ഇവരുടെ കാര്യത്തിൽ നീ എന്ത് റിസ്ക് എടുത്തേ? അത് പിന്നെ ലച്ചുവിന് ഞാൻ കൊടുത്ത ഉപദേശം അതല്ലേ അവൾ ഒടുവിൽ ഇവനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചത്. ഉപദേശോ? അതിന് അങ്കളപ്പെടാ ലച്ചുവിന് ഉപദേശിച്ചത്? ഉപദേശം എന്ന് പറഞ്ഞാ ഞാൻ ഈ വീട്ടിൽ കാല് കുത്തിയതിന് ശേഷമാണല്ലോ എല്ലാത്തിനും ഒരു തീരുമാനമായത്. അത് എന്റെ ഐശ്വര്യം കൊണ്ടല്ലേ? അതെ, നിന്റെ ഐശ്വര്യം കൊണ്ടാ. എന്തായാലും ഗോവിന്ദിന്റെ ആഗ്രഹം നടക്കാൻ പോവല്ലേ. അളിയൻ വരുമ്പോ നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവരേണ്ടെന്നുള്ള ലിസ്റ്റ് ഇതാ, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ലിസ്റ്റൊക്കെ കുറെ ഉണ്ട്. ആദ്യം നിശ്ചയം ഭംഗിയായി നടക്കണം. അമ്മേ. എന്താടാ? അമ്മ എന്നെ അനുഗ്രഹിക്കണം. മോനെ, മോൻ എന്നും അമ്മയുടെ സ്നേഹവും അനുഗ്രഹവും ഒക്കെ ഉണ്ടല്ലോ. എല്ലാം നന്നായി വരട്ടെ. അങ്കിൾ, എന്റെ കാലിൽ തൊട്ടു തൊഴുവാനോ? അതൊന്നും വേണ്ട. നീ ഇപ്പോ ഒരു ഡോക്ടറാ. അതിനെന്താ? എന്തൊക്കെയായാലും ബന്ധങ്ങളെ മറക്കാൻ പറ്റുമോ? എന്തായാലും എന്നെ പോലെ ആരോരും ഇല്ലാതെ നടക്കുന്ന ഈ അങ്കിളിനെ നീ ഓർത്തല്ല, അത് മതി. എന്താ സിന്ധിയാണോ? സന്തോഷം കൊണ്ടാ. നിനക്ക് നല്ലതേ വരും. മുഹൂർത്തമായി, മോൻ വന്നേ, പോവാം. ലച്ചുവിനെ അണിയിക്കാനുള്ള മോതിരം ഇവന്റെ റൂമിലെ ബാഗിലല്ലേ? അയ്യോ, അത് എടുക്കാൻ മറന്നു. കണ്ടാ, ഇതാ പ്രശ്നം. ഇങ്ങനെ എല്ലാം ഓർമ്മിപ്പിക്കാൻ ഈ ഉത്തമൻ തന്നെ വേണം. വെറുതെ ഡയലോഗ് അടിച്ചോണ്ട് നിൽക്കാതെ മോതിരം പോയി എടുത്തിട്ട് വാ. ഇപ്പൊ വരാം. ഇതിനകത്താണല്ലോ വെച്ചിരുന്നത്, പിന്നെ അവിടെ വെച്ചത്. എവിടെ വെച്ചത്? ഇവിടെ ഇല്ല. ഇനി ഇവിടെയാണോ? ഉത്തമ, ഒരു മോതിരം എടുത്തോണ്ട് വരെ ഇത്രയും സമയം വേണോ? മുഹൂർത്തമായി, വാ. എന്റെ പെങ്ങളെ മോതിരം കാണുന്നില്ല. മോതിരം കാണുന്നില്ലെന്നോ? ഇതിനകത്താ വെച്ചിരുന്നത്. നോക്ക്, ഞാനിവിടെ എല്ലായിടത്തും നോക്കി. അത് പിന്നെ എവിടെ പോവാനാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അങ്കിളെ, എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഒരു ചർച്ച? എടാ മോനെ, എൻഗേജ്മെന്റിന്റെ മോതിരം കാണുന്നില്ല. ഇതിനകത്താ വെച്ചിരുന്നത്. കാണാനില്ലെന്നോ? അതേടാ മോനെ, ഞാനിവിടെ എല്ലായിടത്തും നോക്കി. ഇതാരോ അടിച്ചു മാറ്റിയതാ.
ഇവിടെ മോതിരം ആരും അടിച്ചു മാറ്റാനാ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും മോതിരം ആരോ എടുത്തു. ഗോവിന്ദേ, വെറുതെ ആലോചിച്ചിട്ട് സമയം കളയണ്ട. നീ വേഗം പോയി മറ്റൊരു മോതിരം മേടിച്ചോണ്ട് വാ. അതാ ഞാനും ആലോചിക്കുന്നേ. ഇനി നോക്കി സമയം കളയാനില്ല. നീ വാ, നമുക്ക് വേറൊരെണ്ണം പെട്ടെന്ന് വാങ്ങിട്ട് വരാം. എന്നാ വാങ്ങളെ. പോയിട്ട് വരാം മകളെ. എന്നാലും ലച്ചുവിന് അണിയിക്കാനുള്ള മോതിരം ഇതൊരു ദുർനിമിത്തമാണല്ലോ ഈശ്വര. മോതിരം ഇല്ലാതെ എങ്ങനെ വിവാഹം നിശ്ചയം നടത്തി വെക്കാന്? മംഗലശ്ശേരിയിൽ ഇനി നടക്കാൻ പോകുന്ന നാടകം അതാ. ആ മോതിരം തന്നെയാണോ അവൾ അടിച്ചു മാറ്റാൻ പോകുന്നത്? അതുറപ്പാണോ? നടക്കുന്ന കാര്യം വല്ലോ നീ പറകൂരി. ഏട്ടനെന്താ അതിലൊരു സംശയം? നീ നിരാശയാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ബാഗിൽ നിന്ന് ആ മോതിരം കിട്ടിയില്ലെങ്കിലോ? മോതിരം ബാഗിൽ തന്നെ ഉണ്ടാവും. നിശ്ചയത്തിന് ധരിക്കുന്ന മോതിരം കണ്ട അവക്കറിയില്ലേ? എന്ത് വില കൊടുത്തും സുനന്ദ അത് കൈക്കലാക്കും. ഏട്ടൻ അയാളെ വിളിച്ച് റെഡിയായി നിൽക്കാൻ പറ. മോതിരം സുനന്ദയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. ആ ഏട്ടാ, സുനന്ദയുടെ കോൾ വെയിറ്റിംഗ്. ഏട്ടൻ വെച്ചോ. ശരി. ആ, എന്തായി? മാഡം, ഓപ്പറേഷൻ സക്സസ്. നിശ്ചയത്തിന്റെ മോതിരം എന്റെ കയ്യിലുണ്ട്. അല്ല, മോതിരം നഷ്ടമായ വിവരം അവരറിഞ്ഞു? ആ, അറിഞ്ഞു. അല്ല, അടുത്ത നീക്കം എന്താ? മോതിരം നഷ്ടമായതറിഞ്ഞ് ഗോവിന്ദും അവന്റെ അമ്മാവനും ജുവലറിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. നീ വെച്ചോ. ഞാനേ ഏട്ടനെ വിളിച്ച് വിവരം പറയട്ടെ. ആ പിന്നെ നിഴൽ പോലും മംഗലശ്ശേരിയിലെ മുക്കിലും മൂലയിലും നിന്റെ സാന്നിധ്യം ഉണ്ടാവണം. വിളിക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ മെസ്സേജ് ഇടണം. ആ, അങ്ങനെ ചെയ്യാം മാഡം. ശരി. സമയം വൈകി, വേഗം വാ. ഏത് ജ്വല്ലറിന്നാ ആദ്യം മോതിരം വാങ്ങിയത്? അവിടെ തന്നെ പോവാ. അത് നമ്മുടെ ജംഗ്ഷൻ അടുത്തുള്ളൊരു ജ്വല്ലറിയാ. നീ വാ വാ. ആ പറകൂരി, എന്തായി നീക്കങ്ങൾ? വല്ല പ്രതീക്ഷയുണ്ടോ? ഗോവിന്ദു അവന്റെ ഒരു റിലേറ്റീവും കൂടി മോതിരം വാങ്ങാൻ ജുവലറിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. സത്യമാണോ നീ പറയുന്നത്? ആശ്ചര്യപ്പെട്ട് നിൽക്കാനുള്ള സമയമല്ലിത്. ഏട്ടൻ ആ ഗുണ്ടയെ വിളിച്ച് അവരെ ഫോളോ ചെയ്യാൻ പറ. ആ പിന്നെ ഗോവിന്ദിന്റെ ഫോട്ടോ അയാൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ സെറ്റാ. അവനെ ഒന്ന് പുറത്ത് കിട്ടിയാ മതി. അഗ്നി കണ്ട് പറന്നു വന്ന പ്രാണിയാ ഗോവിന്ദ്. അവനില്ലാതാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. എന്ത് ചെയ്യാം, മരിക്കാൻ തന്നെയാ അവന്റെ വിധി. തീർക്കാൻ തന്നെ പറയട്ടെ. ഒന്നും നോക്കാനില്ലെന്ന് ഏട്ടൻ പറഞ്ഞേക്ക്. ശരി. തീയിലേക്ക് പറന്നു വന്ന കത്തിച്ചാരമാവാതെ എന്ത് ചെയ്യും? പാവം. മുഹൂർത്തം കഴിയും മുമ്പ് മോതിരവുമായി ഗോവിന്ദ് തിരിച്ചെത്തിയില്ലേ? അവൻ എന്തു പറഞ്ഞിട്ടാ പോയത്? മോതിരമായി വേഗം എത്താന്നാ പറഞ്ഞത്. എന്നാലും വിവാഹ നിശ്ചയത്തിന് കൊണ്ടുവച്ച മോതിരം കാണാതാവുക എന്ന് പറയുന്നത്
എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല, ഇനി അതെവിടെയെങ്കിലും വീണു പോയിട്ടുണ്ടാവോ? എങ്ങും വീണിട്ടില്ല. ഞാനും ലച്ചുവും ആ മുറിയൊക്കെ അരിച്ചു പറക്കിയതാ. മോതിരം എന്തായാലും ആ മുറിയിൽ കണ്ടില്ല. ഡോക്ടർ ശരിക്കും ആ റൂമിൽ തന്നെ മോതിരം കൊണ്ടുവച്ചത് ഞാൻ കണ്ടതാ. പിന്നെ അതെവിടെ പോവാനാ? ഒരു കാര്യം ഉറപ്പാ, അതാരും എടുത്ത് മാറ്റിയതാ. എടുത്തു മാറ്റിയേ? എന്തിന്? എത്ര ആലോചിച്ചിട്ടും അതെനിക്ക് മനസ്സിലാവാത്ത. എന്തായാലും അങ്ങനെ സംഭവിച്ചു പോയില്ലേ, അതേപ്പറ്റി ഒരു സംസാരം ഇനി വേണ്ട. ഗോവിന്ദും ഉത്തമനും മോതിരവുമായി വരുന്നതിന് മുമ്പ് മറ്റു ചടങ്ങുകൾ നടക്കട്ടെ. മോതിര കൈമാറ്റം അല്ലാതെ മറ്റെന്ത് ചടങ്ങ് ഇവിടെ നടത്താനുള്ളത്? ലച്ചു പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അത് കഴുത്തിൽ കിടക്കുന്ന ഈ താലിയിട്ടുകൊണ്ടാണോ? അതെങ്ങനെയാ ശരിയാവുക? ലച്ചുവിന്റെ കഴുത്തിൽ കിടക്കുന്നത് മറ്റൊരാൾ കെട്ടിയ താലിയാ. ആ താലിയും കഴുത്തിലിട്ടുണ്ട് ഈ മോതിര കൈമാറ്റം എങ്ങനെയാ നടക്കുക? അതൊരിക്കലും ശരിയാവില്ല. ആദ്യം ലച്ചു പൂജാമുറിയിലേക്ക് ചെല്ല്. എന്നിട്ട് താലി ഊരി ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിക്കേ. ആദ്യം അത് നടക്കട്ടെ. എന്നിട്ട് പുതിയ കുടുംബജീവിതം സന്തോഷകരമാക്കി തരണേന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കേ. അതിനും വഴിയുണ്ട്. ഇപ്പൊ തന്നെ പൊയ്ക്കൊള്ളൂ. ഗോവിന്ദ് വേഗം മോതിരവുമായി തിരിച്ചെത്തും. മുത്തശ്ശൻ പറഞ്ഞത് ശരിയാ. അമ്മ ചെന്നേ, താലി ഒരു മാറ്റ്. വേഗം ചെല്ല്, നിശ്ചയത്തിന്റെ മുഹൂർത്തം ആവാറായി. മുത്തശ്ശൻ പറഞ്ഞത് കേട്ടില്ലേ മോളെ? ചെല്ല്, മോള് പോയിട്ട് വാ. ഇനി മോള് പുതിയ ജീവിതം തുടങ്ങാൻ പോന്നേ. മുത്തശ്ശൻ പറഞ്ഞതാ ശരി. മോള് ചെല്ല്. ഞാനല്ലേ പറയുന്നേ? മോള് പൂജാമുറിയിലേക്ക് ചെല്ല്. ചെല്ലും മോളെ. എന്തായാലും ആ മോതിരം എങ്ങോട്ട് പോയി മോനെ? എന്തോ അപശകുനം പോലെ അങ്ങളെ എനിക്ക് തോന്നുന്നത്. അതാരും അടിച്ചു മാറ്റിയത് തന്നെയാ. പക്ഷെ നമുക്കത് പറയാൻ പറ്റുമോ? താങ്ക് യു സർ. ശരി, നടക്കങ്ങളെ. താങ്ക് യു. വെൽക്കം. നീ കാറിലോട്ടിരിക്കുക, ഞാനിപ്പോൾ വരാം. ഒരു സിഗരറ്റ് കിട്ടുമെന്ന് നോക്കട്ടെ. ഓക്കെ, ശരി. വണ്ടിയുടെ
അയ്യോ മോനെ. ആ! ഹലോ, എപ്പോ? എന്താടാ അമ്മേ, ഗോവിന്ദന് എന്താടാ? ഒരു ആക്സിഡന്റ്. മോനെ, മോളെ കരയല്ലേ? ഒന്നും ഉണ്ടായി കാണില്ല മോളെ. അരമണിക്കൂർ കഴിയുമ്പോൾ ആ മെഡിസിൻ കൊടുക്കണം കേട്ടോ. എന്റെ മോൻ, എനിക്ക് അവനെ ഒന്ന് കാണണം ഉത്തമ. ഇപ്പൊ എങ്ങനെ അകത്ത് പ്രവേശിക്കാനാ? എനിക്ക് എന്റെ മോനെ കണ്ടേ പറ്റൂ. അങ്കിൾ, ആന്റി ഒന്ന് ആശ്വസിപ്പിക്കുക. ഗോവിന്ദനൊന്നും പറ്റില്ല പെങ്ങളെ. നീ എന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കല്ലേ ഉത്തമ. നിശ്ചയ സമയത്ത് മോതിരം കാണാതെ പോയതും എന്റെ മോനി വിധിയുണ്ടായതും എന്തോ വലിയ ദോഷം കൊണ്ടാ. കരയാതെ പെങ്ങളെ, അവനൊന്നും സംഭവിക്കില്ല. കരയാതെ. തീർത്തു കളയാൻ പറഞ്ഞിട്ട് നിന്നെ കൊണ്ടൊന്നും അതിന് സാധിച്ചില്ല. എങ്കിലും പറഞ്ഞ വാക്ക് ദക്ഷ പാലിച്ചിരിക്കും. വാക്ക് പാലിക്കാത്തത് നിങ്ങളാ. ദേ, നിങ്ങൾ ചോദിച്ച കാശുണ്ട്, പിടിക്കേ. സ്പോട്ടിൽ വെച്ച് അവൻ തീർന്നില്ലെന്നേ ഉള്ളൂ മാഡം. പക്ഷെ അവൻ രക്ഷപ്പെടില്ല മാഡം. 48 മണിക്കൂർ തികക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏത് ഹോസ്പിറ്റലിലാണ് അവളുള്ളത്? മെഡിക്കൽ മിഷനില്ല മാഡം. നിങ്ങളിപ്പോ പൊയ്ക്കോ. ശരി മാഡം. മംഗലശ്ശേരിക്കാരെന്ന് ഞെട്ടി വിറച്ചു കാണും. ഇനി ഈ വിവാഹവുമായി അവർ മുന്നോട്ട് പോവില്ലെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. ദക്ഷയുടെ നേരെ പലതവണ വിരൽ ചൂണ്ടി വന്നവനാ ഗോവിന്ദ്. ഒടുവിൽ എനിക്ക് തന്നെ അവൻ ഇരയായി. ദേവി, അദ്ദേഹത്തിന്റെ ജീവന് ഒരാപത്തും വരുത്തരുത്. എനിക്ക് വേണ്ടിയാ ഡോക്ടർ ആപത്തിപ്പെട്ടിരിക്കുന്നത്. കല്യാണം നടക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞതൊന്നും ആരും കേട്ടില്ല. ദേവി, ഈ പരീക്ഷണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം. എത്രയും വേഗം ഡോക്ടർ കണ്ണു തുറക്കണേ.
നടക്കാൻ പാടില്ലാത്ത ഈ വിവാഹത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം. ഗോവിന്ദ്, 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 ഞാനിത് എവിടെയാ? ഗോവിന്ദ് ഇപ്പോ ഹോസ്പിറ്റലിലാ. ഗോവിന്ദിന് ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും പുറത്തുണ്ട്.